സാധാരണ ഒരു വ്യക്തിക്ക് അനസ്തേഷ്യ കൊടുക്കുമ്പം ഉണ്ടാവുന്ന റിസ്ക് അല്ല വേറൊരു കോമോർബിഡിറ്റീസ്, അതായത് അസുഖങ്ങളുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ, അതായത് സ്പൈനൽ അനസ്തേഷ്യ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ആക്ഷൻ കഴിയുന്ന മുറയ്ക്ക് അനസ്തേഷ്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവറി ഉണ്ടാവും. ഹലോ റേഡിയോ 90.8, ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ. ഒക്ടോബർ 16 തീയതിയാണ് വേൾഡ് അനസ്തേഷ്യ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനസ്തേഷ്യയെക്കുറിച്ചും നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും, അതുപോലെ തന്നെ ഈ അനസ്തേഷ്യ ഡേ, വേൾഡ് അനസ്തേഷ്യ ഡേ നമ്മൾ തൃശ്ശൂർ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആചരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യ തൃശ്ശൂർ ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ തന്നെ ദയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ സാജൻ സെബാസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒക്ടോബർ 16 തീയതി ലോക അനസ്തേഷ്യ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഒരു അനസ്തേഷ്യ ഡേ ഒക്ടോബർ 16 ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? ലോകത്തിൽ ആദ്യമായിട്ട് അനസ്തേഷ്യ കൊടുത്തത് ഒക്ടോബർ 16 1846 അത് വില്യം ടി ജി മോർട്ടൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെസോചെസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈദർ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ അനസ്തേഷ്യ കൊടുത്തത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഒക്ടോബർ 16 വേൾഡ് അനസ്തേഷ്യ ഡേ ആചരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഒക്ടോബർ 16 തീയതി വേൾഡ് അനസ്തേഷ്യ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അനസ്തേഷ്യ എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും, പലർക്കും ഭയം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അതിനൊരു ബേസിക് ലെവലിൽ പറയുകയാണെങ്കിൽ, ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ് അനസ്തേഷ്യ? അനസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മളൊരു സർജറിക്ക് വേണ്ടിയിട്ട് ഒരു രോഗിയെ മയക്കുന്നതാണ് അനസ്തേഷ്യ. നമുക്കറിയാം, നമുക്ക് വേദനാജനകമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 2-3 ഘടകങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടിയാൽ അത്രയും നല്ലതാണ്. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് വേദന പാടില്ല, അതുപോലെ തന്നെ ആ ഇൻസിഡൻറ്റിനെ പറ്റി നമുക്കൊരു ഓർമ്മയുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരം അനങ്ങുകയാണെങ്കിൽ ഇപ്പം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക് അത് വ്യക്തമായി കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അനസ്തേഷ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ മയക്കി കിടത്തിയിട്ട് രോഗിയെ സർജറിക്ക് രോഗം ഭേദമാക്കുന്നതിനുള്ള ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബാലൻസ്ഡ് അനസ്തേഷ്യ. അപ്പോൾ നമ്മൾ ഈ അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് ഈ രോഗികൾക്ക് വേദന അറിയുന്നില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അനങ്ങാതെ കിടക്കുക ആയതുകൊണ്ട് തന്നെ ഈസിലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ചെറിയ വേദന പോലും ഭയങ്കര വേദന അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുമല്ലോ, എൻ്റെ ബോധം കെടുത്തിയിട്ട് എനിക്കിത് ചെയ്താൽ മതി എന്നൊക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ അനസ്തേഷ്യ നമുക്ക് ഏതൊരാൾക്കും അല്ലെങ്കിൽ ഏതൊരു ചെറിയ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അനസ്തേഷ്യ ചെയ്യാവുന്ന ചില സർജറീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അനസ്തേഷ്യ ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ആക്ച്വലി ബേസിക്കലി മേജറായിട്ടുള്ള എല്ലാ സർജറീസിനും അനസ്തേഷ്യ കൂടാതെ ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ മൈനറായിട്ടുള്ള സർജറീസിന് പേഷ്യൻ്റ് കംഫർട്ട് നോക്കിയിട്ടാണ്, മെയിൻ ഘടകം പേഷ്യൻ്റെ കംഫർട്ടാണ് അതിൽ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ചില പ്രൊസീജിയേഴ്സ് ചില വ്യക്തികൾക്ക് ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ഇൻസിഷൻ ഇടുന്ന ഭാഗത്ത് മാത്രം ധരിപ്പിച്ച് ചെയ്യുമെങ്കിലും ആ സെയിം പ്രൊസീജിയർ ചില രോഗികൾക്ക് അത് താങ്ങാൻ പറ്റില്ല. ഇപ്പം ഭയങ്കരമായി പേടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള ഒരാളാണ്, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും, ഇപ്പം ഈ ക്ലോസ്ട്രോഫോബിയ, അതായത് അടഞ്ഞു കിടക്കുന്ന റൂമിലുള്ള ഒരു പേടി, അങ്ങനെയൊക്കെയുള്ള പേടികളുള്ള ആളുകൾക്ക് നമ്മൾ അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് രോഗത്തിന് വേണ്ട പ്രതിവിധി ചെയ്യുന്നത്. ഇപ്പം അത് ടെസ്റ്റിന് വേണ്ടിയിട്ടാവാം. ഇപ്പം ഈവൻ എം ആർ ഐ ചെയ്യുമ്പോൾ ചെറു കുട്ടികൾക്ക് അതിൻ്റെ ആ മെഷീൻ്റെ അകത്ത് പോകുമ്പോഴുള്ള പേടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മയക്കി കിടത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി, ഈ പ്രൊസീജിയേഴ്സ് എല്ലാം നോർമൽ വ്യക്തികളിൽ വേണമെങ്കിൽ അനസ്തേഷ്യ കൂടാതെ ചെയ്യാമെങ്കിലും ചില വ്യക്തികളിൽ ഇപ്പോൾ അവരെ ആവശ്യപ്പെടുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ചെയ്യുന്ന ഡോക്ടർക്ക് തോന്നുകയാണ് അവരുടെ നമ്മുടെ വൈറ്റൽസ്, അതായത് BP, ഹാർട്ട് റേറ്റ്, ഇതിലൊക്കെ വലിയ വ്യതിയാനങ്ങൾ വരുമെന്ന് തോന്നുകയാണെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത് സ്റ്റേബിളാക്കി ചെയ്യുന്നതാണ് അഭികാമ്യം.
അതുപോലെ എന്തെങ്കിലും അസുഖമുള്ളവരെ ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താറുണ്ടോ? അങ്ങനെയുണ്ടോ? അത് ഡിപ്പെൻസ്. ഇപ്പം നമുക്കറിയാം, സാധാരണ ഒരു വ്യക്തിക്ക് അനസ്തേഷ്യ കൊടുക്കുമ്പം ഉണ്ടാവുന്ന റിസ്ക് അല്ല വേറൊരു കോമോർബിഡിറ്റീസ്, അതായത് അസുഖങ്ങളുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ വേ ചെയ്യും, അവർക്ക് ബെനഫിഷ്യലാണോ, ഇപ്പോൾ ഈ സർജറിയുടെ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അനസ്തേഷ്യ കൊടുത്താലല്ലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റിസ്ക് കൂടുമെങ്കിലും ആ റിസ്ക് നമ്മളും അതുപോലെ തന്നെ പേഷ്യൻറ്റും വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മളവരെ സർജറിക്ക് എടുക്കും. അപ്പം ഒരു കേസിനും അനസ്തേഷ്യ കൊടുക്കാൻ പാടില്ല എന്നില്ല. പക്ഷേ എല്ലാത്തിനും റിസ്ക് ഉണ്ട്. കൂടുതൽ റിസ്ക് വരുമ്പം നമ്മളും റിസ്ക് എടുക്കണം, നമ്മളും അതിൻ്റെ ടെൻഷൻ അനുഭവിക്കണം. അതുപോലെ തന്നെ പേഷ്യൻറ്റും പറഞ്ഞു കൊടുക്കും, ഇപ്പം നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന രോഗികൾക്ക് ഒരു 70% ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു 50% ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരും കൂടെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യും. ഇങ്ങനെ അനസ്തേഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര മണിക്കൂറുകളായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് മാറാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ടാവും? അത് ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ, അതായത് സ്പൈനൽ അനസ്തേഷ്യ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ആക്ഷൻ കഴിയുന്ന മുറയ്ക്ക് അനസ്തേഷ്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവറി ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് മയക്കി കിടത്തി ചെയ്യുന്ന അനസ്തേഷ്യക്ക് ജനറൽ അനസ്തേഷ്യ എന്നാണ് പറയുന്നത്. അതിന് ആക്ച്വലി ഒരുവിധം എല്ലാ കോമ്പോണൻസും റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളും ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇപ്പം മസിൽ റിലാക്സൻ്റ് മാത്രമാണ് റിവേഴ്സ് ചെയ്ത് നമ്മൾ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ വേദനയ്ക്ക് കൊടുക്കുന്ന ഓപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ കൂടുതലായിട്ട് സെഡേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതും റിവേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ നിലയ്ക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ മതി. എങ്കിലും കൂടുതലായിട്ടും പോവുകയാണെങ്കിൽ നമ്മളത് വേറെ ആൻറ്റിഡോട്ട് കൊടുത്ത് അതിനെ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ സ്റ്റേബിളാക്കി തിയേറ്ററിൽ നിന്ന്. ഇപ്പോൾ ഒരു അനസ്തേഷ്യ ചെയ്തിട്ട് ഒരു സർജറിക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും വല്ലാതെ ഭയമുണ്ടാവും. ഈ അനസ്തേഷ്യയെ കുറിച്ച് ആലോചിച്ചിട്ട് ഭയപ്പെടാറുണ്ട്. അനസ്തേഷ്യ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പം ഞാൻ എല്ലാ രോഗികളുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ ഒരു 15 years വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് ഒരു 4 kilometers ഉള്ളൂ. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഗ്യാരണ്ടി ദാറ്റ് ഐ വിൽ റീച്ച് സേഫ്ലി ഹോം. ഇപ്പം ഞാനായിട്ടൊരു വണ്ടിയുടെ മുമ്പിലും അല്ലെങ്കിൽ ഒരാളെയും പോയി ഇടിക്കില്ല. ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ കഴിയുന്നതും ഒഴിഞ്ഞു മാറാൻ നോക്കും. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം. അപ്പം എനിക്ക് ലൈസൻസ് ഉണ്ട്, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ വിൽ ഡൂ സച്ച് തിങ്സ്. അപ്പം ഞാൻ പഠിച്ച അറിവ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളെ തിരിച്ച് ഇതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എത്തിക്കാനേ നോക്കുള്ളൂ. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അറിവ് വെച്ച് ഞാനത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റി ചികിത്സിച്ച് കഴിയുന്നതും എന്നാൽ കഴിയുന്ന വിധത്തിൽ സേഫായിട്ട് എത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സർജറിക്ക് എടുക്കാറുള്ളൂ. നമുക്ക് ഏതൊരു കാര്യത്തിനും ഉള്ളൊരു റിസ്ക് അല്ലേ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ അല്ലേ? നമ്മൾ ഈ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റിന്റെ സെക്രട്ടറിയാണ്, തൃശ്ശൂർ ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആണല്ലോ ഡോക്ടർ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഒക്ടോബർ 16 വേൾഡ് അനസ്തേഷ്യ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അസോസിയേഷൻ്റെ കുറേ പരിപാടികളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ തൃശ്ശൂരിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിൻ്റെ പരിപാടികൾ മെയിനായിട്ട് നമ്മൾ ഈ വീക്ക് മൊത്തം ഹാർട്ട് റീസ്റ്റാർട്ട് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിക്കുന്നത്. അതായത് മെയിൻലി CPR ക്യാമ്പുകൾ നടത്തുക. അതായത് സാധാരണ ആൾക്കാരെ ഇപ്പം ഹൃദയാഘാതം ഉണ്ടായാൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതായത് നെഞ്ചമർത്തി കൊണ്ടുവരുന്ന പ്രക്രിയയാണ് CPR, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്ന് പറയുകയാണ്. അപ്പം അതിൻ്റെ വേണ്ട ഒരു ട്രെയിനിങ് കൊടുക്കുക, ഒരു ബോധവൽക്കരണം കൊടുക്കുക. അത് ദിസ് വീക്കിൽ നമ്മൾ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തൃശ്ശൂർ ഇപ്പം സെൻറ് തോമസ് സ്കൂളിൽ നാളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥാപനങ്ങളിലും നാളെ ഈ ബോധവൽക്കരണം നടക്കും. കൂടാതെ ഇപ്പം അനസ്തേഷ്യയെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാം. ശരിക്കും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അതിൽ പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ബേസിക്കലി നമ്മൾ എല്ലാവരുടെയും വേൾഡ് അനസ്തേഷ്യ ഡേ ആചരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലത്തെ ആചരണം
കേരളത്തിലത്തെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ആചരണം തൃശ്ശൂർ നാളെ ഹോട്ടൽ എലൈറ്റിൽ വെച്ചാണ് നടത്തുന്നത്. ഒരു ഗംഭീര പ്രവർത്തനങ്ങളാണല്ലോ. അതായത് കേരളത്തിന്റെ മൊത്തം ആചരണം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണല്ലേ? ഓക്കെ. അപ്പം കേരളത്തിലത്തെ നമ്മുടെ സംഘടനയുടെ നേതാക്കളായ ഇപ്പം പ്രസിഡന്റ് ഡോക്ടർ ബിനിൽ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പോളോ റാഫേൽ, പിന്നെ സെക്രട്ടറി ഡോക്ടർ വിജീഷ്, പിന്നെ ട്രഷറർ ഡോക്ടർ ജലീൽ, ഇങ്ങനെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തിയോളജിസ്റ്റിന്റെ ആ ഒരു കേരള ബ്രാഞ്ചിലുള്ള എല്ലാവരും ഈ ഒരു വേൾഡ് അനസ്തേഷ്യ ഡേയുടെ ആചരണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലേക്ക് എത്തുകയാണ് ഒക്ടോബർ 16 എന്ന് പറയാം അല്ലേ? അതെ. അപ്പോൾ അതൊരു കാര്യമായിട്ടുള്ള പരിപാടി തന്നെയാണ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡേ ആചരിക്കുക വഴി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആളുകളിലേക്ക് കൂടുതൽ അനസ്തേഷ്യയുടെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളത് തന്നെയാണോ? എന്താണ് ഈ ഒരു ഡേ ആചരിക്കുന്നതുകൊണ്ട്? എല്ലാ ഡേകളും ആചരിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അവബോധം ഉണർത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഇതിലും ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് അനസ്തേഷ്യ ഇൻ എമർജൻസീസ്, അതായത് എമർജൻസി സമയത്ത് എങ്ങനെ അനസ്തേഷ്യ എന്നുള്ളതാണ് നമ്മൾ ഈ വർഷം തീമായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ അനസ്തേഷ്യയാണ് ഒരുവിധം എല്ലാ എമർജൻസി ഘട്ടങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത്. ഇപ്പോഴാണ് അനസ്തേഷ്യയിൽ നിന്ന് ഇപ്പം എമർജൻസി മെഡിസിൻ, അതായത് കാഷ്വാലിറ്റിയിൽ നിങ്ങൾ ചെന്ന് കാണുമ്പോഴുള്ള ആ ട്രയാജ് തുടങ്ങി ചെയ്യുന്ന ഡോക്ടേഴ്സ് മാറിയതും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയറിൻ്റെ ഡോക്ടേഴ്സ് മാറിയതും എല്ലാം ഈയിടെയാണ്. ഇതിനു മുമ്പെല്ലാം അതെല്ലാം അനസ്തേഷ്യയുടെ ഒരു ഘടകങ്ങളായിരുന്നു, സബ് ഡിവിഷൻസ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോ ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം, അനസ്തേഷ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് ചെയ്യേണ്ട സിറ്റുവേഷൻ, ചെയ്യേണ്ട സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ലാതെ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഭയപ്പാടോടുകൂടി അയ്യോ എന്ന് പറയാതെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അതല്ലേ നമ്മൾ അനസ്തേഷ്യ മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ അത് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാനും കൂടിയാണ് ഈ ഒരു ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനസ്തേഷ്യ ദിനാചരണം വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്നത് ഒക്ടോബർ 16 തൃശ്ശൂരും അതിൻ്റെ ആചരണം നടക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുമായിട്ട് ഡോക്ടർ പങ്കുവച്ചത്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ ഉണ്ടായതിനും, പിന്നെ ഈ അനസ്തേഷ്യയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിച്ചത്. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. ഇനിയും ഇത് മറ്റു വിശേഷങ്ങളുമായിട്ട്, അതുപോലെ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, സാധാരണ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന, എന്നാൽ അറിവില്ലാത്ത അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.